Hey guys, Mallu allrounder പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ട്രാവലോ ടെക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇന്ന് നമ്മൾ നമ്മുടെ ചൈൻ ലൂബ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ചൈൻ ലൂബ് അല്ല, ചൈൻ പേസ്റ്റ് ആണ്. മോട്ടോളിൻ്റെ C5 ചൈൻ പേസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് 150 ml ഒരു ട്യൂബാണ് എടുത്തിട്ടുള്ളത്. ഇതിന് വില വന്നിട്ടുള്ളത് 390 രൂപയാണ്. ഇച്ചിരി കോസ്റ്റ്ലിയാണ്, പക്ഷേ മഴക്കാലത്തും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഓവർ സ്പീഡ് എടുക്കുന്ന സമയത്തൊക്കെ ഒരു 80-ന് മുകളിലോട്ടൊക്കെ സ്പീഡ് എടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ചൈൻ ലൂബിനേക്കാൾ എന്തുകൊണ്ടും ബെറ്ററായിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ചൈൻ പേസ്റ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം ട്രാക്ക് യൂസ് ഒക്കെ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഡ്രാഗ് അടിക്കുന്നവർക്കൊക്കെ ഈ ഒരു ചൈൻ പേസ്റ്റ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതുപോലെ തന്നെ നമ്മുടെ അലോയ്സിലേക്ക് തെറിച്ചിട്ട് ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രോബ്ലം ഈ ഒരു ചൈൻ പേസ്റ്റിൻ്റെ അകത്താണെങ്കിൽ നമുക്കൊരു 80% നമ്മുടെ അലോയ്സ് ക്ലിയർ ആയിരിക്കും. ഒരു 20% അലോയ്സിലേക്ക് ഈ ഒരു ചെയിൻ പേസ്റ്റ് വരുന്നുള്ളൂ. അതേ സ്ഥാനത്ത് നമ്മളുടെ ലൂബാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ അലോയുടെ കാര്യം പറയേണ്ട, ഏതാണ്ട് ഒരു 50%-ന് മുകളിലും നമ്മുടെ ചൈൻ ലൂബ് തീർച്ചയായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാമെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മൾ ഈ ഒരു ചൈൻ ലൂബ് യൂസ് ചെയ്തിട്ട് നമ്മുടെ അലോയിലൊക്കെ ഒട്ടിപ്പിടിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. TRMൻ്റെ ആ ഒരു ചൈൻ ലൂബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അലോയ്സിലേക്ക് തെറിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളപ്പോൾ TRMൻ്റെ വാങ്ങാമെന്ന് കരുതിയിട്ട് പോയത്, പക്ഷേ സാധനം കിട്ടിയില്ല. നമ്മുടെ ഇവിടെ ഷോപ്പിലുണ്ടായിരുന്നു. അപ്പോൾ സാധനം ഇപ്പോൾ അവരുടെ ചൈൻ ക്ലീനർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചൈൻ ലൂബ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ TRMൻ്റെ വാങ്ങിയില്ല. നമ്മൾ നേരെ ഈ ഒരു പേസ്റ്റിലോട്ട് പോകുക. മഴക്കാലമൊക്കെ ആണല്ലോ, അപ്പോൾ നമ്മൾ ഈ ഒരു പേസ്റ്റാണ് ബെറ്റർ എന്നുള്ള രീതിയിലാണ് ഷോപ്പുകാർ തന്നെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെയിൻ ലൂബിന് പകരം ഈ ഒരു ചെയിൻ പേസ്റ്റ് എടുത്തു. എന്തായാലും സാധനം അടിപൊളിയാണ്. ഇത് അപ്ലൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, കുറച്ച് തോന്നിയിട്ടുള്ളൂ. കാരണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചൈൻ ലൂബിനേക്കാൾ ഒരു 5-10 മിനിറ്റ് നമുക്ക് ഈ ഒരു ചൈൻ പേസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ വലിയ രീതിക്ക്. വേറെ അങ്ങനെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നമുക്ക് ഈ ഒരു ചെയിൻ ലൂബ് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വണ്ടിയെ സെൻറ്റർ സ്റ്റാൻഡിലേക്ക് ഇടണം. സെൻറ്റർ സ്റ്റാൻഡിലിട്ട് അതുപോലെ തന്നെ നമ്മുടെ ചൈൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മണ്ണും പൊടിയും നമ്മുടെ ആ ഒരു ഗ്രീസ് പാർട്ടിക്കിൾസും ഒക്കെ വീഴാനുണ്ട്. അതിനൊക്കെ നമ്മളുടെ തറയിൽ വീണിട്ട് തറ വൃത്തികേടാകാതിരിക്കാൻ തറയിലൊരു ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ഒന്ന് വിരിക്കുക. നല്ല രീതിക്ക് വിരിച്ചാൽ അത്രയും നന്നായിരിക്കും. എന്നിട്ട് നമുക്ക് നമ്മുടെ ചൈൻ ക്ലീനർ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് കെറോസിന് യൂസ് ചെയ്യുന്നവരുണ്ട്. ചൈൻ ലിങ്കിനകത്തുള്ള ഓറിങ്സിനൊക്കെ ഡാമേജ് വരാൻ നമ്മുടെ പെട്രോളൊക്കെ യൂസ് ചെയ്താൽ ഇച്ചിരി പ്രശ്നമുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ചൈൻ ക്ലീനർ ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. കാരണം ചൈൻ ക്ലീനർ എന്ന് പറയുന്നത് അതിനുവേണ്ടി മാത്രം നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു ചെയിനിൻ്റെ ആ ഒരു ലൈഫിനെ അത് ബാധിക്കില്ല. പക്ഷെ നമ്മളിവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് WD-40 എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ, WD-40 എന്ന് പറയുന്നത് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഡീഗ്രീസറാണ്. തുരുമ്പ് പിടിക്കാതിരിക്കാൻ ഇനി അതല്ല, അങ്ങനെ ഒരുപാട് മൾട്ടി പർപ്പസാണ് നമ്മുടെ WD-40 എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മളെന്തായാലും WD-40 ആണ് യൂസ് ചെയ്യുന്നത്. അതിന് വേറെ കാരണങ്ങളൊന്നുമില്ല. എനിക്ക് WD-40 പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ വീട്ടിലെ പല കാര്യങ്ങൾക്കും ഞാൻ WD-40 യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ WD-40 തന്നെ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്കത് ചൈൻ ക്ലീൻ ചെയ്യാൻ മാത്രമല്ല വീട്ടിലെ ആവശ്യങ്ങൾക്കും പല കാര്യങ്ങൾക്കും എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചൈൻ ക്ലീൻ ചെയ്യാനായിട്ട് ചൈനിൽ മുഴുവനായിട്ട് നമ്മുടെ ചൈൻ ക്ലീനർ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അത് ഇളകി വരുന്നതായിരിക്കും. നമ്മുടെ ഓൾഡ് ചൈൻ ലൂബൊക്കെ പെട്ടെന്ന് ഇളകി വരും. അപ്പോൾ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ അടുത്ത ജോലി എന്ന് പറയുന്നത് ഫ്രണ്ടിലുള്ള ചൈൻ സ്പ്രോക്കറ്റിൻ്റെ ആ ഒരു കവർ ഇളക്കിയെടുക്കണം. അത് ഇളക്കിയെടുക്കാനായിട്ട് നമുക്ക് ഒരു 8 mm ടീ സ്പാനർ ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ 2 ബോൾട്ടുകളാണ് വരുന്നത്. അപ്പോൾ ആ 2 ബോൾട്ടുകൾ വരാനായിട്ട് നമ്മൾക്കൊരു 8 mm സ്പാനർ വേണം. ടീ സ്പാനറാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്കൊരു 4 mm എല്ലെങ്കിയും ആവശ്യമാണ്. നമ്മുടെ അണ്ടർ ബെല്ലിയുടെ 2 സ്ക്രൂ ഇളക്കിയിട്ട് ആ അണ്ടർ ബെല്ലി കുറച്ചൊന്ന് താഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചൈൻ സ്പ്രോക്കറ്റിൻ്റെ കവർ അഴിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പഴയ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മുടെ ആ ഒരു സ്പ്രോക്കറ്റിൻ്റെ അവിടെ, ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ അവിടെ അടിഞ്ഞു കൂടിയിട്ടുള്ള ഡസ്റ്റ്, ഗ്രീസ് പാർട്ടിക്കിൾസ്, എല്ലാ ചളി മണ്ണ് എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ചൈൻ ക്ലീനർ അതിലേക്കും നന്നായിട്ട് സ്പ്രേ ചെയ്ത് ഒരു പഴയ ടൂത്ത് ബ്രഷ് എടുക്കുക. നല്ല രീതിക്ക് ഉരച്ച് കഴിഞ്ഞാൽ വൃത്തിയാകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലം നമ്മൾ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ചൈന് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ജോലി തീരുന്നുണ്ട്, എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലീനിങ് അല്ല വരുന്നത്. ഓക്കെ, നമുക്ക് ഇത് വെച്ചിട്ടൊരു 80% ക്ലീൻ ആവുന്നുള്ളൂ. നമുക്കൊരു 100% നമ്മുടെ ചൈന് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ചെറിയ ചെറിയ വിടവുകളിലൊക്കെ ഈ ഒരു പഴയ ഗ്രീസ് പാർട്ടിക്കിൾസ്, മണ്ണ്, ചെളിയൊക്കെ അവിടെ തന്നെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നു. ഇത് വെച്ചിട്ട് നമുക്ക് അത്രയൊക്കെ ക്ലിയർ ആകുന്നില്ല. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഇത് വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തൊട്ടേ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് അങ്ങനെയും ക്ലീൻ ചെയ്യാം. ഓക്കെ, 2 ഓപ്ഷനിലും നമുക്ക് ക്ലീൻ ചെയ്യാം. എങ്ങനെ ചെയ്താലും നമ്മുടെ ചൈന് നീറ്റ് ആവണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് നല്ല രീതിക്കൊരു ഉണങ്ങിയ തുണി വെച്ച്
ഓൾഡ് ലൂബും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഡീഗ്രീസറും ഒക്കെ തുടച്ച് നല്ല രീതിക്ക് വൃത്തിയാക്കുക. അതിനുശേഷം വേണം നമ്മളുടെ ഈ ഒരു ചെയിൻ ലൂബ് അപ്ലൈ ചെയ്യാനായിട്ട്. ചെയിൻ ലൂബ് എന്നോ ചെയിൻ പേസ്റ്റ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇതിന് ചെയിൻ പേസ്റ്റ് എന്നാണ് കമ്പനി പറയുന്നത്, അപ്പോൾ നമുക്ക് ചെയിൻ പേസ്റ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ചെയിൻ പേസ്റ്റ് എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മൾ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് തൽക്കാലം അപ്ലൈ ചെയ്യുന്നില്ല. അതായത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബ്രഷ് വരുന്നുണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ അതിന് മുമ്പ് തന്നെ നമ്മൾക്ക് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്ററും കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മൾക്ക് പണി നീങ്ങുന്നത്, പരിപാടി കഴിയുന്നത് നമ്മുടെ ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെ ഈ ഒരു ചെയിൻ പേസ്റ്റ് നമ്മൾ പറഞ്ഞു, ഇതിൻ്റെ വില പറഞ്ഞിട്ടുണ്ട് 390 രൂപയാണ്. 390 രൂപയ്ക്ക് നമ്മൾക്ക് ഏതാണ്ട് ഒരു 4-5 തവണ ഈ ഒരു ചെയിൻ പേസ്റ്റ് നമ്മുടെ ചെയിനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതാണിത് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 200 കിലോമീറ്ററിന് മുകളിലോട്ടൊക്കെ നമുക്ക് ഈ ഒരു ചെയിൻ പേസ്റ്റിന് ലൈഫ് കിട്ടുന്നുണ്ട്. ചെയിൻ ഇത്തിരി ഡ്രൈ ആയിട്ടാണ് കാണുന്നത്, പക്ഷേ യാതൊരു വിധത്തിലുള്ള സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ചെയിനിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല, സ്മൂത്താണ്. അപ്പോൾ മച്ചന്മാരെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്, ക്ഷമിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ മോട്ടൂളിൻ്റെ നമ്മുടെ C5 ചെയിൻ ലൂബല്ല ചെയിൻ പേസ്റ്റ് ആണ് ഇതിന് പറയുന്നത്. ഓക്കെ, ഇതിന് വില വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, 390 രൂപയാണ് ഇതിന് വില വന്നിട്ടുള്ളത്. കോസ്റ്റ്ലി ആണ്, ബട്ട് സ്റ്റിൽ നമുക്കതിൻ്റെതായ ഒരു പെർഫോമൻസ് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് ടൈം യൂസ് അല്ല, ഞാനിതിപ്പോൾ സെക്കൻഡ് ടൈമോ തേർഡ് ടൈമോ മറ്റുമാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഉള്ളൊരു ടിപ്പും കൂടി ഇതിൽ ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ ഒരു ബ്രഷ് വെച്ച് നമുക്കിത് ഈ ഒരു ചെയിനിലേക്ക് അപ്ലൈ ചെയ്യൽ അത്ര സുഖമുള്ള ഒരു പരിപാടിയല്ല. അപ്പോൾ ഞാനിത് 2 തവണ യൂസ് ചെയ്തപ്പോഴും എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ്, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കിതിനൊരു നമ്മുടെ ടൂത്ത് ബ്രഷ് എടുക്കാം. പഴയ ഒരു ടൂത്ത് ബ്രഷാണിത്. ഞാൻ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ചെയിൻ ക്ലീൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പേസ്റ്റിനെ നമുക്ക് ഈ ഒരു ബ്രഷിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അതിനുശേഷം നമ്മളുടെ ചെയിനിലേക്ക് തേച്ച് കൊടുക്കാം. ഓക്കെ, ഇത്തരത്തിൽ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മളുടെ ചെയിനിലേക്ക് നൈസായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയിൻ ലൂബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇച്ചിരി സൗണ്ടും കാര്യങ്ങളും വരികയും ചെയ്യും. അതുപോലെ ചെയിനാണെങ്കിൽ നനവുള്ളതുപോലെ കാണിക്കുകയും ചെയ്യും. അതേ സമയത്ത് നമുക്ക് ചെയിനിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ടുകൾ വരാനും തുടങ്ങും. പക്ഷേ ഈ ഒരു പേസ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ചെയിൻ ഡ്രൈ ആയിട്ടാണ് കാണുന്നതെങ്കിലും ചെയിനിൻ്റെ ഭാഗത്തുനിന്നുള്ള നോയ്സ് കാര്യങ്ങളൊക്കെ കുറവാണ്, യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇച്ചിരി ലൈഫ് കൂടുതൽ ഇതിനകത്ത് വരുന്നുണ്ട്. ഇച്ചിരി കാശ് മുടക്കാൻ തയ്യാറാണ്. അതുപോലെ കുറച്ചുകൂടി സ്പീഡ് എടുക്കുന്ന ആൾക്കാരാണ്, അലോയ്സ് വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടാൻ വയ്യ എന്നൊക്കെയുള്ളവർക്ക് ഈ ഒരു ചെയിൻ പേസ്റ്റ് അത്യാവശ്യമാണ്, വാങ്ങിക്കോളൂ. ഓക്കെ, എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് ഏതാണ്ട് ഒരു 80% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, എനിക്ക് തൃപ്തിയുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിനകത്ത്. ഞാനിത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതുപോലെ നമ്മുടെ ചെയിനിനകത്ത് മുഴുവനായിട്ടും നമ്മുടെ ഈ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചെയിൻ കണ്ടാൽ നിങ്ങൾക്കറിയാം ഇച്ചിരി ലൂസാണ്. നമുക്കിത് ഇച്ചിരി ടൈറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അടുത്ത ദിവസം വർക്ക്ഷോപ്പിൽ പോയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് തേച്ച് കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെയിൻ ലൂബ് ഈ ഒരു ചെയിൻ പേസ്റ്റ് ഇടാത്തതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിന് ഹാർഡായിട്ട് കുറച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവഴി നമ്മുടെ ചെയിൻ പേസ്റ്റ് പുറത്തേക്ക് വരും. ഓക്കെ, ഓക്കെ, നിങ്ങൾക്ക് കാണാമല്ലോ ചെയിൻ പേസ്റ്റ് വന്നിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ കാണിച്ചു തരാം. ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ബ്രഷ് കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഈ ഒരു ചെയിനിൻ്റെ മുകളിലേക്ക് ഈ ഒരു പേസ്റ്റ് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നല്ലാതെ നമുക്ക് എല്ലായിടത്തും ഒരുപോലെ തേച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, നമ്മൾക്ക് ഈ ഒരു ചെയിൻ ലൂബ് അതുപോലെ തന്നെ ഈ ചെയിൻ പേസ്റ്റ് ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നടക്കുന്നത് നമ്മുടെ ചെയിൻ ലൂബ് തന്നെയാണ്. കാരണം അത് സ്പ്രേ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സ്പ്രേ ചെയ്ത് എല്ലായിടത്തേക്കും എത്തിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതാകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം നമ്മൾക്ക് ഓരോ ലിങ്കുകളിലും തേച്ച് പിടിപ്പിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇച്ചിരി സമയം കൂടുതൽ വരുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് ആ ഒരു ചെയിൻ ലൂബിനേക്കാൾ ഇതാണ് കുറച്ചുകൂടി ലോ ലാസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. നമ്മൾക്ക് എന്തായാലും ഉപയോഗിച്ച് നോക്കിയതിൽ നിന്ന് മനസ്സിലായത് നമ്മുടെ ചെയിൻ ലൂബിനേക്കാൾ ഇച്ചിരി കൂടി നല്ലത് ഈ ഒരു ചെയിൻ പേസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഇച്ചിരി സമയം കൂടുതൽ വേണം എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾക്ക് നല്ല സ്പീഡിൽ പോകുന്ന സമയത്തും ഒക്കെ ഇതിന് നമ്മളുടെ ഒരു ചെയിൻ ലൂബിനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു ചെയിൻ പേസ്റ്റ് തന്നെയാണ് ബെറ്റർ. ഓക്കെ, മഴക്കാലത്തും നമുക്ക് ഈ ഒരു ചെയിൻ ലൂബിന് പകരം ഈ ഒരു ചെയിൻ പേസ്റ്റാണ് ഏറ്റവും നല്ലത്. നമുക്ക് എല്ലാവർക്കും അറിയാം, മഴക്കാലത്ത് നമ്മൾ എത്രത്തോളം ചെയിൻ ലൂബ് അടിച്ചു കഴിഞ്ഞാലും നല്ല ഒരു സ്പീഡിൽ ഒന്ന് വെള്ളത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെയിൻ ലൂബൊക്കെ പോയിട്ട് വീണ്ടും ചെയിനിൻ്റെ സൈഡിൽ നിന്ന് സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇതാകുമ്പോൾ അത്ര പെട്ടെന്നൊന്നും ഇളകിപ്പോവില്ല എന്നാണ് കമ്പനി തന്നെ പറയുന്നത്. അതുപോലെ നമ്മുടെ ഒരുപാട് യൂട്യൂബേഴ്സും ഈ ഒരു ചെയിൻ പേസ്റ്റിനെ കുറിച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതിന് മുൻപേ തന്നെ, അതായത് ഈ ചെയിൻ പേസ്റ്റ് വാങ്ങുന്നതിന് മുൻപേ തന്നെ നമ്മളൊന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. യൂട്യൂബിൽ മുഴുവനൊന്ന് തപ്പി നോക്കി.
അപ്പോഴൊക്കെ എല്ലാവരും നല്ല ഒരു റിവ്യൂ ആണ് പറയുന്നത്. എന്തായാലും നമ്മുടെ ചെയിൻ മുഴുവനായിട്ട് ലൂബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഏതാണ്ട് ഒരു 80%ഓളം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, എനിക്ക് തൃപ്തിയുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിനകത്ത്. ഞാനിത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു, പറ്റുന്നവരൊക്കെ വാങ്ങിക്കുക, ഉപയോഗിക്കുക. അപ്പോൾ മച്ചന്മാരെ, ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് നിൽക്കുന്നു. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു, പക്ഷേ ഇതിനകത്ത് നമ്മൾ വലിയ കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരു വണ്ടി യൂസ് ചെയ്യുന്ന, ഒരു സ്പോർട്സ് ബൈക്ക് യൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ് നമ്മുടെ ചെയിന്, അതുപോലെ തന്നെ റിയർ അലോയ് നീറ്റായിട്ട് വെക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പ്, ചെറിയൊരു പോംവഴി, ചെറിയൊരു പ്രൊഡക്റ്റാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയണ്ടല്ലോ, ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും. നമ്മുടെ വീഡിയോസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു, ഞാൻ ഇച്ചിരി ഒരു മടിയനാണ്. വീഡിയോ ചെയ്യാനും അതുപോലെ എഡിറ്റ് ചെയ്യാനും നല്ല മടിയുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പല കാര്യങ്ങളും ഞാൻ മനഃപൂർവ്വം വരുത്തുന്ന കുറച്ച് തെറ്റുകളുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്കത് മനസ്സിലായിട്ടുമുണ്ട്. പലരും എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ അറിവോടുകൂടി പല മണ്ടത്തരങ്ങൾ ഞാൻ വീഡിയോക്കകത്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ തിരുത്തിയിട്ട് നമ്മൾക്ക് നല്ല രീതിക്ക് വീഡിയോസ് ചെയ്ത് മുന്നോട്ടേക്ക് വരണം. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ചാനലിൽ പുതുതായിട്ട് വരുത്തണം, അതുപോലെ നമ്മുടെ ചാനലിലെ വീഡിയോസിനെ കുറിച്ച്, നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ജസ്റ്റ് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ടാറ്റ ബൈ ബൈ, സീ യു.